ഇന്നൊരു ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഗ്രീൻ പീസ് മസാലക്കറി. തലേദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദേ അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം ട്ടോ. ദേ ഒരെണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ചെയ്യുമ്പോൾ അത് അമർന്നു പോകുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വേവിൻ്റെ അളവ് എന്ന് പറയുന്നത്, പാകം എന്ന് പറയുന്നത്. ദേ ഇതുപോലെ ഒന്ന് അമർത്തുമ്പോൾ ഇങ്ങനെ ആവണം. അത്രത്തോളം അത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു വിസിൽ കൂടി നമുക്ക് വെച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു വിസിൽ കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഫുൾ എയർ പോയ ശേഷമാണ് തുറക്കുന്നത്. ഇത് നമ്മുടെ തക്കാളിയും മസാലയും എല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് തേങ്ങ അരച്ചതാണ്. അത് നല്ലതുപോലെ പേസ്റ്റാക്കി വേണം അരയ്ക്കാനായിട്ട്. ദേ അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഒരുപാട് തിളച്ച് മറിയണ്ട. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഗ്രീൻ പീസ് കറി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാം. ഇത് തേങ്ങയിട്ട ശേഷം ഈ ഗ്രീൻ പീസ് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഉടച്ചു കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. ഒരുപാട് ഉടച്ചു കൊടുക്കണ്ട. കുറച്ച് ഒരു 1/4 ഭാഗത്തോളം അത് ഉടച്ചു കൊടുക്കാം. ഈ ചാറൊന്ന് കുറുകാനും അത് സഹായിക്കും. ഇത് നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ വെച്ച് ചൂടായ ശേഷം സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി അടുത്തതായി ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതിലൊരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പച്ചമണം പോകുന്ന വരെ ഇതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി ഇത് പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഗ്രീൻ പീസ് കറി. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓൾ ബൈ.